ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഓണൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു കളർഫുള്ളായിട്ട് കേബേജ് കറി വെച്ചാലോ. അതിനായിട്ട് കേബേജ് ഞാൻ ദാ ഇതുപോലെയാണ് അരിഞ്ഞു വെക്കാറ് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി സ്പീഡായിട്ട് നമുക്ക് കഴിയണ പോലെ തോന്നും. പിന്നെ നമുക്ക് വേണ്ടത് ബീൻസാണ്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് പീൽ ചെയ്തിട്ട് ഞാൻ ഇതുപോലെയാണ് ചോപ്പ് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളില്ലാണ്ട് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. സവാള ഇതുപോലെയാണ് അരിഞ്ഞെടുക്കണത് കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്യണത് 2 പച്ചമുളകാണ്. പിന്നെ വേപ്പിലയും വേണം, തേങ്ങ ചിരണ്ടിയതും വേണം. ചൂടായ പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം. കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം ഞാൻ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത്തിരി ഉഴുന്ന് പരിപ്പ് 1 സ്പൂണിൻ്റെ അളവിട്ടാൽ അതിനെടുത്തേക്കണേ. പിന്നെ കുറച്ച് പരിപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ചൂടാക്കുക. ഒരു ഗോൾഡൻ കളറൊക്കെ ആവണ വരെ നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരും. നല്ലോണം മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചൂടാക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം യോജിപ്പിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ സവാളയും കൂടി കൂട്ടി ഇടുന്നുണ്ട്. നല്ലോണം ഗോൾഡൻ കളർ ആവണ വരെയാണ് നമുക്കിത് ഇളക്കി എടുക്കേണ്ടത് കേട്ടോ. ഞാൻ അടച്ച് വെച്ചിട്ടൊന്നും ഈ സവാള വേവിക്കണില്ല കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് ഇട്ടാൽ മാത്രം മതി. പിന്നെ നമ്മുടെ ഈ ഒരു സവാള പെട്ടെന്ന് വഴറ്റി വരാനായിട്ട് മാത്രം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കറിയുടെ ഉപ്പല്ല, ഞാൻ ജസ്റ്റ് സവാള പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഉപ്പിട്ട് കൊടുക്കണേ. ഇപ്പോൾ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടില്ലേ, ആ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില സ്ഥലത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറില്ല. എനിക്ക് പക്ഷേ പേഴ്സണലി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ ഒരു കാബേജ് വെക്കണതാട്ടോ ഇഷ്ടം. ഞാൻ താമസിക്കുന്നത് പാലക്കാടാണ്. ഇവിടെ ചിലയിടങ്ങളിലൊന്നും മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ കാണാറില്ല. പക്ഷെ ഞാൻ മഞ്ഞൾപ്പൊടി ഇടും. ഒരുപാടായാലും ആ ഒരു മഞ്ഞ നിറം എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ കുറച്ച് വേണം. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. പിന്നെ ഈ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, ഈ തേങ്ങയും കൂടി അതിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ തേങ്ങയും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും എല്ലാം കൂടി കൂടിയിട്ടൊരു നല്ല മഞ്ഞ നിറം നമുക്ക് കാണാൻ പറ്റും. അതൊരു കുറച്ച് നേരത്തേക്ക് മാത്രം ഒന്ന് മൊരിയിച്ചാൽ മതി കേട്ടോ. നല്ലോണം ഒന്നും ആക്കണ്ട, വളരെ കുറച്ച് നേരം മാത്രം ഒന്നിട്ട് ഇളക്കി വിടാം. ഇനിയാണ് നമുക്ക് ക്യാരറ്റ്, ബീൻസ് അതുപോലെ തന്നെ കേബേജ് ഈ 3 കൂടി ഒരേ വേവായതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചിടുന്നത്. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അതുപോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തത് സവാള മൂപ്പിക്കാനായിട്ടുള്ള മാത്രം ഉപ്പാണ്. പക്ഷേ നമുക്ക് ഈ ഒരു പച്ചക്കറിയും കൂടി വെന്ത് കിട്ടാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഈ ഇളക്കണ സമയത്ത് അതിൻ്റെ ഒരു മഞ്ഞ നിറം ഒരു പച്ച കളർ പോലത്തെ ഒരു മഞ്ഞയായിട്ടാണ് നമുക്ക് കാണുന്നത് കേട്ടോ. അത് കുറവാണെന്നൊന്നും വിചാരിക്കേണ്ട, ആക്ച്വലി അത് അതിൻ്റെ പാകമാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നല്ലോണം ഇളക്കി എല്ലായിടത്തും ആ ഉപ്പും എല്ലായിടത്തും എത്തണം. എന്നിട്ട് വേണം അടച്ച് വെച്ച് വേവിക്കാനായിട്ട് കേട്ടോ. ഞാനിവിടെ നോൺ സ്റ്റിക്കിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കുള്ളൂ. എന്നാലും നമ്മൾ ഇടയ്ക്കായിട്ട് ഇങ്ങനെ വന്ന് നോക്കുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. ചിലവരൊക്കെ കാബേജ് തനിയെ വെക്കാറുണ്ട്. തനിയെ വെച്ചാലും നല്ലത് തന്നെ. പക്ഷേ എനിക്ക് തനിയെ വെക്കണേക്കാട്ടിയും കൂടുതൽ ഇഷ്ടം ഈ ഒരു ക്യാരറ്റും ബീൻസും കൂടി ആഡ് ചെയ്തിട്ട് വെക്കുമ്പോഴാണ് കേട്ടോ. ബീൻസ് തനിയെ വെക്കണതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. കഴിക്കും അതിങ്ങനെ തന്നെ. പക്ഷേ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബീൻസ് ആയാലായിട്ട് ക്യാരറ്റ് ആയിക്കോട്ടെ നമ്മുടെ വയറ്റിലെല്ലാം ചെന്നോളുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണത് വളരെ നല്ലതാട്ടോ. എൻ്റെ ഈ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല AI വീഡിയോസ് ഞാൻ ഇടാറുണ്ട്, റിവ്യൂസ് ഇടാറുണ്ട്, ലൈഫ് സ്റ്റൈല്, മിനി വ്ളോഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എന്തായാലും ചാനലൊക്കെ ഒന്ന് കാണാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ.